ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പഴയ കാർഡ്ബോർഡ് വെച്ചൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു പഴയ കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ചോ 3 വട്ടം വരയ്ക്കണം കേട്ടോ. ഒരു കുഞ്ഞു വട്ടം, ഒരു വലിയ വട്ടം, ഒരു മീഡിയം വട്ടം കണക്കെ. അതിനുശേഷം ഞാൻ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ എയർ ഡ്രൈ ക്ലേയുടെ അത് കുറച്ച് ആദ്യമേ നമ്മൾ ആദ്യമേ ഒരു റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മീഡിയം സൈസിലെ വട്ടത്തിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒരു ആനയുടെ തലയുണ്ടല്ലോ, ആ ഒരു കണക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഒരു തുമ്പിക്കൈയൊക്കെ വളഞ്ഞ് മുമ്പോട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് സെറ്റാക്കി കൊടുക്കാൻ. അപ്പം ഒരു ഫാമിലി, അതായത് അച്ഛൻ ആന, അമ്മ ആന, കുഞ്ഞാന, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ സെറ്റാക്കി, ആദ്യത്തെ ആനയുടെ തലയൊക്കെ ഒന്ന് റെഡിയായി. ഇനി അതിൻ്റെ ചെവിയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് പരത്തിയെടുത്ത് ഞാൻ ചെവിയൊന്ന് റെഡിയാക്കുന്നത്. വെള്ളം തൊട്ട് ഞാൻ സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെവിയൊന്ന് തലയിലോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 2 ചെവിയും നമ്മൾ അത്തരത്തിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത ആനയുടെ വലിയ ആന, അച്ഛൻ ആനയുണ്ടല്ലോ, അതിൻ്റെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിനി അതിന് തുമ്പിക്കൈ ഒന്ന് വളച്ച് മുമ്പോട്ടാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനും കുറച്ച് തുമ്പിക്കൈ കൊടുത്ത് അതും കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ ഉന്തിയിരിക്കുന്ന തുമ്പിക്കൈ മുമ്പോട്ട് വളഞ്ഞിരിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു ചെവി കൊടുത്തിട്ട് ഞാൻ കുഞ്ഞാനയുടെ തല വരച്ച ഭാഗത്താണല്ലോ ചെവി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാനയുടെ തലയുടെ പുറകിലായിട്ട് ഈ ചെവിയുടെ ബാക്കി ഭാഗം ഇരിക്കുന്ന കണക്കെയാണ് ഇതിപ്പോൾ ഒന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അത്രയൊന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ചെവി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും കുഞ്ഞു തുമ്പിക്കൈയുള്ള ആനയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തുമ്പിക്കൈയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാക്കിയിട്ട് അതിൻ്റെയും നമ്മൾ കുഞ്ഞു ചെവിയൊക്കെ ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് കുഞ്ഞു ചെവിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയൊന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ക്ലേ എടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് ചെറിയൊരു വീട്, ഞാനൊരു ഫാമിലി എന്നൊരു രീതിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു വീട് കൂടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓടിട്ട വീട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓടിൻ്റെ ചുളിവ് കണക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ചെറിയ പ്രസ് ചെയ്ത് ആ കത്തി വെച്ചൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഭിത്തിയാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഭിത്തിയൊക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്മൂത്തൻ ചെയ്ത് കൊടുത്ത് വേണ്ടാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഭിത്തിയിൽ ഇഷ്ടികയൊക്കെ ഇരിക്കുന്നതും കതവിരിക്കുന്നതും കണക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രസ് ചെയ്തൊന്ന് കൊടുക്കാം നമുക്ക്. അതിനുശേഷം സൈഡിലായിട്ട് ഞാനൊരു ചെറിയ മരം, ജില്ലയിൽ പൂത്ത് നിൽക്കുന്ന പൂക്കളൊക്കെ ഉള്ളൊരു ചെറിയ മരമാണ് ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ട്യൂബ് കണക്കെ എടുത്തൊന്ന് പരത്തി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന ആ ഫ്രെയിമിൻ്റെ ഭാഗം നമ്മൾ വേറെ ഫ്രെയിമായിട്ട് തന്നെ വെക്കാനാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് നമ്മൾ അധികം ഒന്നും പോവാത്തത്. ശേഷം മരത്തിൻ്റെ ചുളിവുള്ളിടം നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞു ബോള് കണക്കെയാണ് നമ്മൾ ചില്ലയിൽ പൂ പോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ, ഇപ്പുറത്തെ സൈഡിലും നമ്മളത് ചെയ്യുന്നുണ്ട്, മരം നിൽക്കുന്ന കണക്കെ തന്നെ. അപ്പം അതും നമ്മൾ ഇതേപടി തന്നെ വരച്ച് കൊടുത്തിട്ട് ബോൾ കണക്കെ പൂക്കളുണ്ടാക്കി നമ്മളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനാണെങ്കിൽ ഇത് യെല്ലോ, അതേപോലെ റെഡ് ഷെയ്ഡ്, ഒരു സൂര്യൻ്റെ ആ ഒരു തെളിച്ചമുള്ള ആ ഒരു പെയിൻറ്റിങ് ഉണ്ടല്ലോ, ആ രീതിയിലൊരു ഇസ്തറ്റിക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഒരു പ്രത്യേക പോർഷൻ വരെയാണ് യെല്ലോ കൊടുക്കുന്നത്. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് മുകളിലത്തെ ആ ഒരു ഭാഗത്ത്, യെല്ലോ കൊടുക്കാത്ത മുകളിലത്തെ ഭാഗത്തെല്ലാം റെഡ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ചെറിയ നനവൊന്നും ഇല്ലാത്തൊരു ബ്രഷ് എടുത്ത് ഇങ്ങനെ തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ 2 കളറൂടെ ആ ഒരു ഷെയ്ഡ് നിൽക്കുന്നിടം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഗ്രേ കളറ് വൈറ്റും ബ്ലാക്കും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് 3 ആനകളുടെ തലകൾക്കും ആ ഒരു ഷെയ്ഡാണ് കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ 3 എണ്ണത്തിനും കൊടുത്തു. അതിനുശേഷം ബ്ലാക്ക് യൂസ് ചെയ്ത് ആനയുടെ ചുളിവുള്ള ഭാഗങ്ങളിലും അതേപോലെ തന്നെ ചെവിയുടെ ചുളിവുള്ളിടം പിന്നെ കണ്ണ് അത്തരത്തിൽ ഓരോ ഇടങ്ങളിലായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ണുമൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്ത് മരത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് 2 സൈഡിലെയും മരത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് മരത്തിന് ചുളിവുള്ളിടത്ത് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യില്ലേ, ആ ഭാഗത്തായിട്ട് ഒന്ന് എടുത്തറിയാൻ വേണ്ടി ആ ഒരു ബ്ലാക്ക് കളറൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 സൈഡിലും അതേപോലെ തന്നെ ഉണ്ട്. അതിന് ശേഷം ഞാൻ വീണ്ടും ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഓടിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡ് ഉപയോഗിച്ചാണ് ഈ ഓടിൻ്റെ ചുളിവുള്ള ഭാഗങ്ങളിൽ, നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഒരു ഇതാണല്ലോ ഷെയ്ഡ്, കൂടുതൽ ഓടുകളുടേത് ചുളിവുള്ളിടത്ത് നമ്മൾ കാണാവുന്നതാണ്, അല്ലെ ഉയർന്നിരിക്കുന്നിടം റെഡ് കളറായിട്ട് കുറച്ചുകൂടെ ലൈറ്റ് റെഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനുവേണ്ടിയാണ് റെഡ് കളർ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഭിത്തിക്ക് കൊടുക്കുന്നത് വൈറ്റ് പെയിൻ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ആക്രിലിക്കിൻ്റെ വൈറ്റ് ഷെയ്ഡ് ഞാനെടുത്ത് ഭിത്തിയിൽ അടിക്കുകയാണ്. അത്രയും പെയിൻറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഡാർക്ക് ഭിത്തി കൊടുത്താൽ ചിലപ്പോൾ വീട് എടുത്ത് കണ്ടെന്ന് വരത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വൈറ്റ് കൊടുത്തത്. അതേപോലെ തന്നെ ഈ മരത്തിൻ്റെ കുറച്ച് തെളിച്ചമുള്ള ഭാഗങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണ് വൈറ്റ് ഷെയ്ഡ് അതിന് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ പൂക്കൾക്കൊരു തരം ബ്ലൂ ആണ് കൊടുക്കുന്നത്. അത് ഏകദേശം സ്കൈ ബ്ലൂവിനോടും ഒക്കെ ഒരു ലൈറ്റനിങ് ഉള്ള ഒരു ബ്ലൂ ആണത്. അപ്പോൾ അത് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും സെയിം കളർ തന്നെ യൂസ് ചെയ്ത് പൂക്കൾക്കെല്ലാം ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാം ഒന്ന് കവർ ചെയ്ത് നമ്മളെടുത്തു. അതിനുശേഷം നമ്മുടെ ഫ്രെയിമിൻ്റെ ഭാഗമാണ്, അതിന് ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വേറൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ കീ ഹോൾഡറാണ്. നമ്മളിനി ആനയുടെ തുമ്പിക്കൈയിലാണ് കീ തൂക്കാൻ പോകുന്നത്. സംഭവം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പൊളിയല്ലേ സാധനം. അപ്പോൾ നമ്മൾ പിന്നീട് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് കുറച്ച് പുല്ലും പൂക്കളും ഒക്കെ നിൽക്കുന്ന പോലെ ഒരു ഈസ്തറ്റിക് വ്യൂ ആണ് പിന്നീട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എയർ ഡ്രൈ ക്ലേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആണ് സംഭവം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാനിനി എത്തുന്നിടം വരെ ടാറ്റാ.